വചനം വചനം ത്രിയേക ദൈവമം വചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാനായിലെ കല്യാണം അതൊരു പൊളി കല്യാണമായിരുന്നു. 2 സെലിബ്രിറ്റികൾ പങ്കെടുത്ത കല്യാണമായിരുന്നു. നസ്രത്തിലെ ഈശോയും അവൻ്റെ അമ്മ മറിയവും. സെലിബ്രിറ്റികളെന്ന് പറയുവാനുള്ള കാരണം ആ കാലഘട്ടത്തിൽ ഒരു പ്രമുഖ റബ്ബിയായി ഈശോ മാറിയിരുന്നു. വലിയ ശിഷ്യഗണവും അവനെ അനുഗമിച്ചിരുന്നു. മാത്രമല്ല 12 ശിഷ്യന്മാരും യേശുവിനുണ്ടായിരുന്നു. മറ്റുള്ള റബ്ബിമാർക്ക് കിട്ടുന്ന സ്വീകാര്യതയേക്കാൾ കൂടുതൽ സ്വീകാര്യത ഈശോയ്ക്ക് ലഭിച്ചിരുന്നു. അതിനാൽ തന്നെ യേശുവിൻ്റെ അമ്മയായ മറിയത്തിനും തൻ്റെ മകൻ മൂലം ഒരു സെലിബ്രിറ്റിയുടെ പരിവേഷവും ലഭിച്ചു. എല്ലാവരും മറിയത്തെ കാണുമ്പോഴെല്ലാം നസ്രനായ ഈശോയുടെ അമ്മയല്ലെന്ന് ചോദിക്കുമായിരുന്നു. ഇന്നത്തെ പോലെ ആഡംബരപൂർവമായ വിവാഹമായിരുന്നില്ല കാനായിലെ കല്യാണം. ഹെലിക്യാമോ ഡ്രോണോ ഒന്നുമില്ലാത്ത ഒരു കല്യാണം. ഇവൻ്റ് മാനേജ്മെൻറ്റോ കപ്പിൾസിൻ്റെ മാസ് എൻട്രിയോ ഹെയർ സ്റ്റൈലിസ്റ്റോ കാറ്ററിംഗ് ബോയ്സോ സേവ് ദ ഡേറ്റ് ഒന്നുമില്ലാത്ത ഒരു കാലം. അതായിരുന്നു കാനായിലെ കല്യാണം. നമ്മൾ പല ആവർത്തി വായിച്ചു കേട്ടിട്ടുള്ള ഒരു കല്യാണം, പക്ഷേ പങ്ക് എടുത്തിട്ടില്ലെന്ന് മാത്രം. എന്നാൽ ആ വിവാഹവേളയിൽ പരിശുദ്ധ അമ്മ ഒരു മുട്ടൻ പണിയാണ് തൻ്റെ മകനായിട്ടുള്ള ഈശോയ്ക്ക് കൊടുത്തത്. എടാ കൊച്ചനെ, അവർക്ക് വീഞ്ഞില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പരിചാരകരെ ഈശോയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. പിന്നെ മറ്റൊന്നും ഈശോയ്ക്ക് ചെയ്യുവാനായിട്ട് നിവൃത്തിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഈശോയുടെ ജീവിതത്തിൽ ഒരു വഴി തിരിവ് സംഭവിക്കുകയാണ്. ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നതിലേക്ക്. വെള്ളം വീഞ്ഞാക്കി മാറ്റി. അധികം വൈകാതെ തന്നെ മറ്റൊരവസരത്തിൽ വീഞ്ഞ് രക്തമാക്കി മാറ്റുകയും ചെയ്തു. ഞാൻ ഇന്നത്തെ വചനത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് യഥാർത്ഥത്തിൽ ഈശോ കാനായിലെ കല്യാണം ഒരു അവസരമായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്. യോഹന്നാൻ 2:11 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനയിൽ ചെയ്ത ഈ അത്ഭുതം. ഈശോ താൻ മിശിഹയാണെന്ന് ഇസ്രായേൽ ജനതയെ വിശ്വസിപ്പിക്കുവാൻ, ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ആദ്യത്തെ അത്ഭുതം, ഈ ആദ്യത്തെ അടയാളം പ്രവർത്തിച്ചത്. കൂടെ തൻ്റെ ശിഷ്യഗണത്തെയും ഈശോ കൂട്ടി. അടയാളം കണ്ട് അവർ ഈശോയിൽ വിശ്വസിക്കുവാൻ. യോഹന്നാൻ 2-ാം-അധ്യായത്തിലെ അവസാനത്തെ ഭാഗത്ത് വചനത്തിൽ നമ്മൾ വായിക്കുന്നു: അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതോടൊപ്പം പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയുടെ ഭാഗമായിട്ട് മാറുകയായിരുന്നു ഈശോയും മറിയവും. പരിശുദ്ധ അമ്മയും ഇവിടെ പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് മാറുകയാണ്. രക്ഷാകര ചരിത്രത്തിൻ്റെ രക്ഷാകരമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി മംഗളവാർത്തയുടെ അവസരത്തിൽ പരിശുദ്ധ അമ്മ ഗബ്രിയേൽ മാലോകയോട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. ലൂക്ക 1:38 നമ്മൾ വായിക്കുന്നു: മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതേ പരിശുദ്ധ അമ്മ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായ യേശുവിൻ്റെ പരിശുദ്ധത്തിൻ്റെ ആരംഭത്തിൽ ശുശ്രൂഷയുടെ ഒരു പുതിയ തുടക്കം കുറിക്കുവാനായിട്ട് ഭാഗമായിട്ട് മാറുകയാണ്. ഈശോയുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്, പങ്കുചേരുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഇവിടെ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. യോഹന്നാൻ 2:5 നമ്മൾ വായിക്കുന്നു: അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കുക. ജെറുസലേം ദേവാലയത്തിൽ ബാലനായ ഈശോയോട് സംസാരിക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ ലൂക്ക 2:48 കണ്ടുമുട്ടുന്നുണ്ട്. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? പിന്നീട് നമ്മൾ മംഗളവാർത്തയുടെ നിമിഷത്തിലും തുടർന്ന് തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കുന്ന വേളയിലും സ്തോത്രഗീതത്തിൻ്റെ നിമിഷത്തിലും പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. ലൂക്ക
1-ാം അധ്യായത്തിൽ 46 മുതൽ 47 വരെയുള്ള വചനത്തിൽ. മംഗളവാർത്തയുടെ നിമിഷത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ അടുത്ത ഒരു മാസ് ഡയലോഗ്, ഒരു പഞ്ച് ഡയലോഗാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അന്നും ഇന്നും പരിശുദ്ധം നമ്മളോട് പറയുന്ന ഒരേ ഒരു കാര്യം ഇതുതന്നെയാണ്: കർത്താവിൻ്റെ വാക്കുകളനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എവിടെയെല്ലാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുവോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം ഇതുതന്നെയായിരുന്നു. അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാനൊക്കെയായിട്ട്. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ഈ ഒരു അവബോധമാണ്. കർത്താവിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ അപ്രകാരം ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മയിൽ ഈ ഗുണം വളരെ അധികമായിട്ട് കാണുവാൻ സാധിക്കും. ഒപ്പം പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന, പഠിപ്പിച്ചു തരുന്ന മറ്റൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി അത് ഈശോ മാത്രമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലവിധ കുറവുകൾ നമുക്കുണ്ടായിരിക്കാം. ഒരു രോഗപീഠയായിരിക്കാം, കടബാധ്യതയായിരിക്കാം, വിവാഹ തടസ്സമായിരിക്കാം, ജോലി ലഭിക്കാത്ത അവസ്ഥയായിരിക്കാം. പലപ്പോഴും അവ പരിഹരിക്കുവാൻ സാധിക്കുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് പോകാതെ നമ്മൾ പല മറ്റു വ്യക്തികളുടെ പിന്നാലെ പോകുന്നു. ഇവിടെ പരിശുദ്ധ അമ്മ നമുക്കൊരു വലിയ മാതൃക നൽകുകയാണ്. ആ കുറവിനെ പരിഹരിക്കുവാൻ സാധിക്കുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് പോകുവാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മളോട് പറയുകയാണ്. ആയതിനാൽ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ക്രിസ്തുവിലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയിൽ ശരണം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഈശോയിൽ ശരണപ്പെട്ടാൽ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നിറവാക്കി മാറ്റും. അവിടത്തേക്ക് അത് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ കുറവുകളെ നിറവാക്കി മാറ്റുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി നൽകുവാനായിട്ട്. ഈ അത്ഭുത പ്രവർത്തനത്തിൽ എൻ്റെ ശ്രദ്ധ ആകർഷിച്ച മറ്റൊരു കാര്യം കാനായിലെ വിവാഹത്തിലെ ആ 6 കൽഭരണികളായിരുന്നു. സ്വാഭാവികമായിട്ട് വീഞ്ഞ് നിറയിക്കുവാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് വെള്ളം നിറയിക്കുവാനായിട്ട് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇതിനുമെല്ലാം വളരെ വിഭിന്നമായിട്ട്, വ്യത്യസ്തമായിട്ട് ശുദ്ധീകരണ ചടങ്ങുകൾക്കായിട്ട് ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളാണ് വെള്ളം നിറയിക്കുവാനായിട്ട് ഈശോ ഇവിടെ ആവശ്യപ്പെട്ടത്. അതിൻ്റെ കാരണങ്ങൾ എന്താകാം? യഹൂദ സംസ്കാരത്തിൽ കല്ല് ആചാരപരമായിട്ട് ശുദ്ധമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. കാരണം മൺപാത്രങ്ങളെ അപേക്ഷിച്ച് ശിലാപാത്രങ്ങൾ മാലിന്യങ്ങൾ ആഗിരണം ചെയ്യുവാനുള്ള സാധ്യത കുറവാണെന്ന് വിശ്വസിക്കപ്പെട്ടു. യഹൂദരുടെ ശുദ്ധീകരണ ചടങ്ങുകൾക്കും ആചാരപരമായിട്ടുള്ള കഴുകലിനുമായിട്ട് വെള്ളം പിടിക്കുന്നതിനും കൽഭരണികൾ അതിനാൽ തന്നെ ഉപയോഗിച്ചിരുന്നത്. ഓരോ പാത്രത്തിനും 20 മുതൽ 30 വരെ ഗാലൻ വരെ സൂക്ഷിക്കാൻ കഴിയും. ഇത് അവയുടെ ഗണ്യമായിട്ടുള്ള വലിപ്പവും ശേഷിയുമാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈശോ 6 കൽഭരണികൾ തിരഞ്ഞെടുത്തത് ക്രിസ്തുവിലൂടെയുള്ള ആത്മീയ ശുദ്ധീകരണത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. സാധാരണ രീതിയിൽ ബാഹ്യമായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ആന്തരികവും ആത്മീയമായ പരിവർത്തനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് താൻ സ്ഥാപിക്കുവാൻ പോകുന്ന പുതിയ ഉടമ്പടിയെ പ്രതീകാത്മകമായിട്ട് ഈശോ ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ പുതിയ ഉടമ്പടി വിശുദ്ധ കുർബാനയാണ്. ആദ്യത്തെ അത്ഭുതത്തിൽ അവിടുന്ന് വെള്ളം വീഞ്ഞാക്കി മാറ്റി. അവസാനത്തെ അത്ഭുതത്തിൽ പുതിയ ഉടമ്പടിയായിട്ടുള്ള വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് വീഞ്ഞിനെ രക്തമാക്കി മാറ്റി. 2 അത്ഭുതത്തിലും ശിഷ്യന്മാരുടെ സാന്നിധ്യം കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ അത്ഭുതം വിവാഹ മേശയ്ക്ക് ചുറ്റും, അവസാനത്തെ അത്ഭുതമാകട്ടെ പെസഹ മേശയ്ക്ക് ചുറ്റും. അങ്ങനെ ആദ്യത്തെ അത്ഭുതവും അവസാനത്തെ അത്ഭുതവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെയും പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകർമ്മത്തിലെ ഈശോയുടെ വലിയ പങ്കാളിത്തം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 6 കൽഭരണികളിൽ 6 എന്ന സംഖ്യ സൂചിപ്പിക്കുന്നത് അപൂർണതയാണ്. കാരണം ബൈബിൾ പരമായിട്ട് 7 ഒരു പൂർണ്ണ സംഖ്യയാണ്. ഇവിടെ യേശുവിൻ്റെ സാന്നിധ്യമാണ് അവിടെ ഉണ്ടായിരുന്ന അപൂർണതയെ പൂർണ്ണതയാക്കി മാറ്റിയത്. അതായത് 7ാമത്തെ കൽഭരണി ഈശോയാണ്,
പൂർണ്ണത നൽകുന്ന, സമൃദ്ധി നൽകുന്ന, നിറവ് നൽകുന്ന കൽഭരണി. കാനായിലെ കല്യാണത്തിലൂടെ ഈശോ നമ്മെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈശോയാകുന്ന സമൃദ്ധിയുടെ കൽഭരണിയെ സ്വന്തമാക്കുവാൻ, കുറവുകളെ നിറവാക്കുന്ന കൽഭരണിയെ സ്വന്തമാക്കുവാൻ. ഈശോയും മാതാവും അവിടെ ഉണ്ടായിരുന്ന കുറവിനെ നിറവാക്കി മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നിറവാക്കി മാറ്റുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഈശോയുടെ സാന്നിധ്യവും നമുക്ക് എല്ലായ്പ്പോഴും ഉറപ്പുവരുത്താം. ഈശോയിലേക്ക് പോകാം. അവിടുന്ന് പറയുന്നത് പോലെ നമുക്ക് പ്രവർത്തിക്കാം. അതിനിടെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.